റൺവീസ് വേൾഡിലൂടെ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് ചടയമംഗലത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. ചടയമംഗലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? അതെ, അത് തന്നെ, നമ്മളിപ്പോൾ ജടായുപ്പാറയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം കൊല്ലത്തിൻ്റെ അഭിമാനം ജടായുപ്പാറ. ഇവിടെ അതിവിശാലമായൊരു കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. കാർ പാർക്കിങ്ങിന് മുന്നേ ആയി തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ 5:30 വരെയാണ് ടിക്കറ്റ് കൊടുക്കപ്പെടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വരുന്നവർ 5:30 മുന്നേ തന്നെ വരാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ മോർണിംഗ് വന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വിശാലമായി അപ്പോൾ കണ്ട് നമുക്ക് തൃപ്തി അടഞ്ഞ് മടങ്ങാവുന്നതാണ്. അതൊരു വലിയ എക്സ്പീരിയൻസും കൂടിയാണ്. ഉഷ ബ്രേക്കോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് കേബിൾ കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും അവർ ഇങ്ങനെ സർവീസസ് ഉള്ളതാണ്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ ഒരു മിനി പാർക്കുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ. ആ സമയത്ത് ഏകദേശം 5:15, 5:20 ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇച്ചിരി കൂടെ നേരത്തെയൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കേബിൾ കാറിൻ്റെ അടുത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു കേബിൾ കാറിൽ 6 മുതൽ 8 വരെ പേർക്കാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്. ജടായുപ്പാറയിലേക്ക് പോകാൻ വാക്ക് വേയും കേബിൾ കാർ റൈഡും അങ്ങനെ 2 വഴികളാണ് നമുക്കുള്ളത്. വാക്ക് വേയിലാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, നടന്നാണ് പോകേണ്ടത്. അതിൽ 295 രൂപയാണ് പെർ പേഴ്സണ് വരുന്നത്. അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 10 AM to 4:30 PM ആണ്. ഇനി കേബിൾ കാർ റൈഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 499 രൂപയും അതിൻ്റെ സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 10 AM to 5:30 PM ആണ്. ജടായുപ്പാറയ്ക്ക് അടുത്തെത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? അതെ, അതിലേക്ക് നമുക്ക് കടക്കാം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായുപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജടായു എർത്ത് സെന്റർ അഥവാ ജടായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് പാർക്കിന്റെ ആകെ വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ഇവിടെയുള്ള രാമായണത്തിലെ ജടായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ്. ജടായു രാവണ യുദ്ധം ജടായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് പക്ഷിശില്പത്തിന്. കേബിൾ കാറിൻ്റെ യാത്രയെന്ന് പറയുന്നത് നമ്മൾ കൊല്ലംകാർക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേബിൾ കാറിന് നമുക്ക് ആദ്യമേ കയറുമ്പോൾ കിട്ടുന്ന ഒരു പാസ് ഉണ്ട്. അത് നമ്മൾ തിരികെ വരുന്നത് വരെ, അതായത് തിരികെ വരുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്, അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്.
കേബിൾ കാറിൽ നിന്നും സ്റ്റെപ്പ് കയറി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു ഫീല് അല്ലെങ്കിൽ ആ ദൃശ്യം എന്ന് പറയുന്നത് നമ്മളിലെ ഏവരെയും കൺകുളിർപ്പിക്കും. ഗൈസ്, നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 8K UHD ക്വാളിറ്റിയിലാണ്. സോ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. കോടി ചിലവിൽ പണിതുയർത്തിയ പാർക്കിൽ ഒരു 6D തിയേറ്റർ, ഒരു ഡിജിറ്റൽ മ്യൂസിയം, പിന്നീട് മറ്റ് പല സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല. ഉടൻ തന്നെ ഇതൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. ജടായുപ്പാറയുടെ സമീപത്തായി ഒരു ശ്രീരാമ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ സ്ട്രക്ചർ നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഉള്ളതാണ്. അമ്പലത്തിൻ്റെ പ്രവർത്തന സമയം രാവിലെ 6 മണി മുതൽ 12 മണി ഉച്ചയ്ക്ക് വരെയും വൈകിട്ട് 4:45 മുതൽ 7 മണി വൈകിട്ട് വരെയുമാണ്. അമ്പലത്തിൻ്റെ സമീപത്തായി ശ്രീരാമന്റെ കാൽപ്പാട് പതിഞ്ഞ ശ്രീരാമപാദവുമുണ്ട്. അതിനെ ഗ്ലാസ് ഫ്രെയിം വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അരികിലായി തന്നെ ഒരു കുഞ്ഞ് ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ കയറി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ഒരു കാര്യം വിട്ടുപോയി, നമുക്ക് വെളിയിൽ നിന്നുള്ള ഫുഡോ വാട്ടറോ ഒന്നും തന്നെ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അലൗഡ് അല്ല. സോ അത് നിങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ട് വേണം വരാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ നമ്മൾ മലമുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാറ്റ് വീശലില്ലേ, അതും വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ റൈഡിന് വേണ്ടിയിട്ടും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുമാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ഉടനെ തന്നെ നടപ്പിലാകും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ജഡൈപാറയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത്. എനിക്കും ഒത്തിരി ഇഷ്ടമായി ഈ എക്സ്പീരിയൻസ്. സോ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രം റൺവിസ്വാൽ.